80% സ്ത്രീകളായിരിക്കും പ്രൈവറ്റ് ബസ്സിലൊക്കെ യാത്ര ചെയ്യുന്നത്. അപ്പൊ അവരത് മാറി KSRTC മാറി കഴിയുമ്പോൾ അത് നമ്മുടെ കളക്ഷനും ബാധിക്കും. തീർച്ചയായിട്ടും ബാധിക്കും. അതേപോലെ തന്നെ ടെസ്റ്റ് ഒക്കെ വർഷം നടത്തേണ്ടതാണ്. അപ്പൊ അതിലൊക്കെ ഭയങ്കരമായിട്ട് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. ഗവൺമെന്റ് എടുത്ത തീരുമാനമാണ്. പക്ഷെ ഒരു തെറ്റായ ഒരാൾക്ക് സൗജന്യം കൊടുക്കുമ്പോൾ മറുവശത്ത് 2-3 ആൾക്കാരുടെ തൊഴിൽ നഷ്ടപ്പെടുക, അല്ലെങ്കിൽ അവരുടെ അവരെ ചിന്തിക്കേണ്ട കാര്യമല്ലേ. അത് ഗവൺമെന്റ് എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല? അല്ലെങ്കിൽ ഇത് കാണുന്ന ഗവൺമെന്റിനോട് എന്താ പറയാനുള്ളത്? എന്ത് പറയാ, ശരിയാണ്. അത് ഗവൺമെന്റ് തീരുമാനം നമുക്കൊന്നും ഒന്നും പറയാനില്ല. ഗവൺമെന്റിനോട് ഒന്നും പറയാനില്ല. എന്തെന്ന് പറയാനും നമ്മൾ പറഞ്ഞാൽ അവർ മാറ്റി തിരുത്തി ചെയ്യുന്നുണ്ടോ? ചേട്ടൻ കേരളത്തിൽ ജീവിക്കുന്ന ഒരു സാധാരണ ആളാണ്. അത് സാധാരണ ഇങ്ങനെ വരുമാന മാർഗം ചേട്ടന്റെ ഈ സ്വകാര്യ ബസ്സിൽ നിന്ന് കിട്ടുന്ന വരുമാനം മാത്രമേ ഉള്ളൂ. അപ്പൊ ഗവൺമെന്റിനോട് അല്ലാണ്ട് വേറെ ആരോടത് പറയേണ്ടത്? ചേട്ടൻ ഇവിടെ ടാക്സ് കൊടുക്കുന്നുണ്ട്, നികുതി അടക്കുന്നുണ്ട്. അപ്പൊ ചേട്ടന് പറയാനുള്ള പൂർണ്ണ അവകാശം ചേട്ടനുണ്ട്. ഉണ്ട്. പക്ഷെ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ നമ്മുടെ വണ്ടിയിൽ ഇപ്പൊ ചില യാത്ര ചെയ്തിട്ടുള്ള ഇഷ്ടംപോലെ ആൾക്കാർ ഇപ്പൊ കുറെ പേര് ഇപ്പൊ വണ്ടികളിൽ പരമാവധി കളക്ഷൻ കുറവാണ്. പ്രൈവറ്റ് ബസ്സിൽ പരമാവധി കളക്ഷൻ കുറവാണ്. ഇപ്പൊ ഈ കൂടുതൽ ഇപ്പൊ ഇങ്ങനെ സ്ത്രീകൾക്ക് KSRTC ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാന്ന് പറഞ്ഞാൽ ഇപ്പൊ എല്ലാവരും അങ്ങനെ പോവുള്ളൂ. അപ്പോഴും നമ്മുടെ വരുമാനം നേരെ താഴത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ശരിക്കും നഷ്ടം തന്നെയാണത്.